ഇങ്ങനെ നോക്കണണ്ട എന്താണാവോ എന്ന് വിചാരിക്കും അല്ലേ? ചെടി മേടിക്കാൻ വന്നതാണ് കേട്ടോ. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നോക്കിയെടുക്കണ്ടേ? അപ്പോൾ അത് ഞാൻ ഒരു ചെടി എടുക്കുമ്പോൾ എനിക്ക് തോന്നും മറ്റേതാണ് നല്ലതെന്ന്, ആ ചെടി എടുക്കുമ്പോൾ തോന്നും എനിക്ക് ഇപ്പുറത്തെ പൂവാണ് നല്ലതെന്ന്. അപ്പോൾ ഏട്ടന് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. നീ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യ് ഷീജ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചെടികൾ എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ദിവസമായി വരണമെന്ന് വിചാരിക്കുന്നു, അപ്പോൾ ടൈമേ കിട്ടാറില്ല. ഇന്നാണ് ഇപ്പോൾ സമയം കിട്ടിയത്. സമയമെടുത്ത് ഞങ്ങൾ ഇന്ന് വന്നപ്പോഴോ അവിടുത്തെ ചേച്ചിക്കാണെങ്കിൽ പോവാനുള്ള ധൃതിയായി, അവർ പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എടി പിടിയിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ എടുത്തേ. പിന്നെ ഉള്ളിൽ കയറി, ഉള്ളിലും നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും. അതുകൊണ്ട് കുറച്ച് ചെടി മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വാവക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ആ ഷിജമ്മ ഇതെടുക്കുക അതെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തില്ല. ഇനി വേറെ ദിവസം ഞങ്ങൾ ചെടി എടുക്കാൻ വരാമെന്ന് പറഞ്ഞ് ആ ചേച്ചിക്കാണെങ്കിൽ പോകാനുള്ള ധൃതിയായി. കുറേ നോക്കിയെടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചട്ടികൾ ഒക്കെ എടുത്തായിരുന്നു ചെടി വയ്ക്കാനായിട്ട്. പിന്നെ അത് വാവക്കുട്ടി എന്നെ സഹായിക്കുന്നുണ്ടായി. വീടൊക്കെ വെച്ചിട്ട് കുറേ ആയിട്ടോ. ഒന്നും ചെടി മേടിക്കാനുള്ള ഒരു സിറ്റുവേഷനും ആയിരുന്നില്ല, അതിനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും കുറച്ച് ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കട. അപ്പോൾ ഞങ്ങൾ ചെടിയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നേ. അപ്പോൾ ഇങ്ങനെ അത് വെക്കുക കേട്ടോ. വാവക്കുട്ടി അതാ എന്നെ സഹായിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ കുറേ ചെടികൾ നടാനായിട്ടുണ്ട്. മണ്ണ് നിറച്ചിട്ടൊക്കെ നടണം കേട്ടോ. അതിനുള്ള സമയം